പരിപ്പ് പായസം വെക്കുമ്പോ അമ്മന്റെ അടുത്ത് പറയണമെന്നാണ് പറഞ്ഞ ബിന്ദു. അപ്പൊ അതാ അന്ന് പരിപ്പ് പായസം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ വരാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ വായോ. ഞാൻ അമ്മന്റെ പായസമൊക്കെ റെഡിയായി. എന്താ അമ്മ പായസത്തിന്റെ പരിപാടി തുടങ്ങിയാ? ചെറുപയർ വറുക്കാൻ പോണമനെ. ചെറുപയർ വറുക്കാൻ തുടങ്ങണേ. അപ്പൊ അമ്മ പരിപ്പ് പായസം ചെറുപയർ പരിപ്പ് പായസം വയ്ക്കാൻ തുടങ്ങി. ഇതാ ഉരുളിക്ക് ചെറുപയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഉരുളി ചൂടായിട്ടുണ്ട്. അതിക്ക് ചെറുപയർ ഇട്ട് കൊടുത്തു. നല്ല ചോക്കനെ വറുക്കണം. മണം കിട്ടുള്ളൂ. അതിന് ചെറുപയർ നന്നായി വറുക്കണം. ചോക്കനെ വറുത്തിട്ട് നമ്മള് അത് എടുത്ത് വായിലിട്ടൊന്ന് ഇങ്ങനെ കടിച്ചു നോക്കുമ്പോ കടുന്നൻ പൊട്ടണം. അതുവരെ നമ്മൾ വറുക്കണം. നല്ല മൊരിയണം. അമരിയണം. ഇനി ഒരു പ്രാവശ്യമെങ്കിലും മക്കള് ഇങ്ങനെ അമ്മ ചെയ്യും പോലെ വറുത്ത് അതേപോലെ പായസം വെച്ച് നോക്കണം. അതെ, ഓണമല്ലേ വീട്ടിന്. അപ്പൊ നമുക്ക് അതൊക്കെ മുൻകൂട്ടി അതിനാണ് അമ്മ പറഞ്ഞു തരുന്നത്. അപ്പൊ അമ്മന്റെ പായസങ്ങൾ ഓരോന്നായിട്ട് ഓരോ ദിവസം വെച്ച് നോക്കിയാലേ മാ. അപ്പൊ ചെറുപയർ നമ്മൾ നല്ലപോലെ മൊരിച്ച് വായിലിട്ട് കഴിഞ്ഞാൽ കടിച്ച പൊട്ടും. ആ ഒരു പരുവത്തെ ആക്കണം. അപ്പൊ നല്ല മണവും ഉണ്ടാകും പായസത്തിന്. പിന്നെ നല്ല ടേസ്റ്റും ഉണ്ടാകും. പിന്നെ നമ്മൾ ഈ ചെറുപയർ ഓവർ വെന്തുടഞ്ഞ് അങ്ങോട്ട് കലങ്ങി പോകൂല. ഒരു 250 ഗ്രാമാണ് ഇപ്പൊ അമ്മ എടുത്തിട്ടുള്ളൂ പയറ്. അപ്പൊ അതില് 3/4 കിലോ വെള്ളം ചേർത്തിയാൽ മതി. പാല് എന്തായാലും ഒരു 3 തേങ്ങയുടെ പാല് ഒഴിച്ചാലാണ് പായസം നമ്മൾക്ക് പറഞ്ഞാൽ ചെറുപയർ പ്രഥമനാവുള്ളൂ. 2 തേങ്ങയിലും പായസം വെക്കാം. പക്ഷെ കുടിച്ച പോലെ ഇരിക്കണമെങ്കിൽ 3 തേങ്ങ വേണമല്ലേ അമ്മ? പരിപ്പൊക്കെ ആയില്ലമ്മ നല്ലപോലെ മൂത്തൂല്ലേ? ചുവപ്പ് കളറായില്ലമ്മ. ഏകദേശം മൊരിഞ്ഞു കടിച്ച പൊട്ടന്റെ പാവുമായി. ഞാൻ കാണിച്ചു തരാം. ഇത് വയലത്ത കടിച്ച പൊട്ടും. സൗണ്ട് കേൾക്കാൻ വേണ്ടി വെറുതെ ഇട്ടാണ്. അപ്പൊ കടിച്ച പൊട്ടും. ഇതാണ് ഇതിന്റെ പാകം അല്ലേ മാ? അപ്പൊ അതില് അമ്മ 3/4 പാലം എടുത്തതിന് ഒഴിച്ചിട്ടാണ് പാകാൻ വെക്കുന്നത്. തേങ്ങന്റെ 3/4 പാല് ഇല്ലേ മാ? അല്ലെങ്കിൽ വെള്ളം അധികം ആവില്ലേ? അപ്പൊ അതാ ഒഴിക്കണം. ചെറുപയർ പായസം പറഞ്ഞ ഒരു രസമാണല്ലേ മാ? നല്ല ടേസ്റ്റാണ്. പരിപ്പൊക്കെ വെന്തുടഞ്ഞ ഒരു കൂള് പോലെ വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കില്ല. പരിപ്പ് വായില് പായസം കഴിക്കുമ്പോ കടിക്കാൻ കിട്ടല്ലേ കുറച്ച്. അങ്ങനെ ചെയ്താലാണ് അത്രയും അതൊരു ക്വാളിറ്റി ഉണ്ടാവില്ല അമ്മ. അത് നല്ലപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ പരിപ്പ് വേവിക്കുമ്പോൾ നമ്മൾ ഈ കുക്കറിൽ വെക്കുന്നതൊക്കെ പരമാവധി ഒഴിവാക്കുക. കുക്കറിൽ വെക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വേവിൻ്റെ ഒരു പാകം ചിലപ്പോൾ കറക്റ്റ് കിട്ടിയെന്ന് വരില്ല ഇല്ലമ്മ. ചിലപ്പോൾ വെന്ത് കൂടാനും സാധ്യതയുണ്ട്. അത് അല്ല, പിന്നെ ചെറുപയർ പറഞ്ഞ ഒരു തിളക്കി വേകുമല്ലോ. അതുകൊണ്ട് പാത്രത്തിൽ വെച്ച് വേവിക്കുന്നതിനാണ് നല്ലത് ഇല്ലമ്മ. അപ്പൊ അമ്മ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി വേണമെങ്കിൽ അടച്ചു വെച്ചാലമ്മ. നോക്കാം അല്ലേ? എന്താ അമ്മ പരിപ്പൊക്കെ വന്നാ? ഒരു കടിക്കുന്ന പാകമായിട്ടുണ്ട്. ഒരു വിധത്തിൽ നമുക്ക് കൈ വെക്കുമ്പോ ഒന്നിങ്ങനെ കടിക്കുന്ന പാകം ഒന്ന് മുറിഞ്ഞു. അതായത് ഒരുപാട് വെന്തുടഞ്ഞും പോയിട്ടില്ല, പാകത്തിനായിട്ടുണ്ട് അല്ലേമ്മ? ഒരുപാട് വെന്തുടഞ്ഞു കഴിഞ്ഞാൽ പായസം നന്നായിരിക്കില്ല അല്ലേ? നമ്മൾ പാകത്തിന് വന്നിട്ടുണ്ട്. പായസം കുടിക്കുമ്പോ കടിക്കാൻ കിട്ടും. അപ്പൊ അതിലേക്ക് വെള്ളം പാവ് കാച്ചിയത് ഒഴിക്കാണ്. ശരി. അപ്പൊ അമ്മ ഏകദേശം ഇതിലേക്ക് ഒരു 3/4 കിലോ ശർക്കര ചേർത്തിട്ടുണ്ട്. ഒഴിച്ചൂലമ്മ. ഈ ഒന്ന് എല്ലാം കൂടി ഒന്ന് ചുരുണ്ട് വരട്ടെ അല്ലേ? ചുരുണ്ട് വന്നിട്ട് നമുക്ക് 2/2 പാൽ ഒഴിക്കാം. എന്താ അമ്മ വെല്ലവും പരിപ്പൊക്കെ യോജിച്ച് വന്നാ? കുരുവി സെറ്റായി. പിന്നെ അമ്മ അതിലേക്ക് 2/2 പാൽ ഒഴിക്കാൻ പോകുന്നു. തന്നെ റെഡിയായില്ലേ? നോട്ടെ, കുറുകി യോജിച്ച് നല്ല ചന്തമായിട്ടില്ല അമ്മ. നല്ല കുരുകി നല്ല അടിപൊളി പാവൊക്കെ കുറുകി സെറ്റായി വന്നിട്ടുണ്ട്. പരിപ്പ് പായസം പറഞ്ഞാൽ തന്നെ പാലട കഴിഞ്ഞാൽ എല്ലാവർക്കും അടുത്തത് കൂടുതൽ ഇഷ്ടമുള്ള പായസം പരിപ്പായിരിക്കും അമ്മ അല്ലേ? അത്രയും നല്ല ടേസ്റ്റുള്ള പായസമാണ്. 2/2 പാൽ ഒഴിച്ച് കൊടുക്കണം. അമ്മ 2/2 പാൽ ഒഴിച്ചു കൊടുത്തു. ഒന്ന് തിളച്ച് കുറുക്കട്ടെ അല്ലേ അമ്മ? എന്താ
എന്താ തേങ്ങാപ്പാലൊക്കെ സെറ്റായാ? ഓ ഇതായി മോനെ, ഇതിന് ഒന്നാം പാല് ഒഴിക്കുന്നു അല്ലേ? മൊത്തം സെറ്റായി വന്നിട്ടുണ്ട് അല്ലേ? പായസമൊക്കെ കുറുക്കി സെറ്റായി. ഇതാ ഒന്നാം പാല് ഒഴിച്ച് ഏലക്കായി പൊടിച്ചത് ഇടുന്നില്ല. ഏലക്കായി പൊടിച്ചത് അല്ലേ? അല്പം അല്ലേ? ഓ റെഡി. ഏലക്കായി പഞ്ചസാര കൂടി പൊടിച്ചാണ്. ഏലക്കായാണ് വിചാരിക്കുന്നത്, ഇത്ര ഏലക്കായി വിചാരിക്കണ്ട അല്ലേ അമ്മ? അപ്പൊ നമ്മുടെ പായസത്തിന്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് തേങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട്, അത് വണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഒന്ന് വറുത്തിട്ട് ഇടാം. അങ്ങനെ അമ്മ അടിപൊളി പരിപ്പ് പായസം റെഡിയായി. എന്താ അമ്മ തേങ്ങ വറുക്കാൻ പോണേ? തേങ്ങ വറുക്കാൻ അമ്മ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കും. കുഞ്ഞുകുഞ്ഞാനരിഞ്ഞ തേങ്ങ ഇട്ടുണ്ട് അല്ലേ? തേങ്ങ ഇഷ്ടമുള്ള കിട്ടാൽ മതി. തേങ്ങ ഇട്ട് കുടിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഇഷ്ടമാണ്, അത് കടിക്കാൻ കിട്ടുമ്പോൾ. നിങ്ങൾക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാമല്ലമ്മ. നമ്മള് കാറ്ററിംഗ് വർക്കായതുകൊണ്ട് സദ്യക്ക് നമ്മള് ചെറുപയറിലും ഗോതമ്പിലും തേങ്ങക്കൊത്ത് ഇടാറുണ്ട്. അപ്പൊ അമ്മയും ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് വെക്കുമ്പോൾ വീട്ടിൽ വെക്കുമ്പോഴും തേങ്ങക്കൊത്ത് ഇടുന്നുണ്ട്. അപ്പൊ അവിടെ അച്ഛനും മക്കൾക്കും ഒക്കെ അത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതാ തേങ്ങക്കൊത്തൊക്കെ വറുക്കണം. പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് ഏറെക്കുറെ. അപ്പോൾ എൻ്റെ മക്കളും ഇതേപോലെ പായസം ഇതൊക്കെ വെച്ച് നോക്കുക, എന്നിട്ട് അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അറിയിക്കുക. ഈ ചാനൽ കണ്ട നിങ്ങൾക്കെല്ലാം അറിയാം ഇതെങ്ങനെയാണ് വെക്കുന്നത്, എന്താ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അമ്മയ്ക്ക് വിവരം അറിയിക്കുക. അതന്നെ. എല്ലാവരും അമ്മനെപ്പോഴും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ അമ്മയ്ക്ക് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അല്ലേ അമ്മ? തേങ്ങക്കൊത്തൊക്കെ നല്ലോണം ഇതാ എണ്ണയിൽ മൂപ്പിച്ചിട്ടുണ്ട്. ഇതാ ചുവപ്പ് കളറായി. അപ്പം അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതാ അതുകൊണ്ട് അല്ലേ? അങ്ങനെ നമ്മുടെ പായസം മൊത്തം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും അമ്മ ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അമ്മയ്ക്ക് അഭിപ്രായങ്ങൾ അറിയിക്കുക. റെഡി.